ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ മാർ അഥനേഷ്യസ് യോഹാൻ മെത്രാപ്പോലിത്തയുടെ നിര്യാണത്തോടനുബന്ധിച്ച് സഭാസ്ഥാനത്ത് വിപുലമായ അന്ത്യയാത്രയ്ക്കുള്ള ക്രമീകരണങ്ങളാണ് സഭ സെനഡ് ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ആസ്ഥാനത്താണ് അദ്ദേഹം തൻ്റെ ഇവിടെ കേരളത്തിലുള്ളപ്പോൾ സമയം ചെലവഴിച്ച കൂടുതൽ സമയം. ഇതിൻ്റെ ഉള്ളിലേക്ക് ആസ്ഥാനത്തേക്ക് നമ്മൾ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ വളരെ പ്രകൃതി രമണീയമായ ഒരു ക്യാമ്പസാണ് ഇവിടെ ഉള്ളത്. ഈ ക്യാമ്പസിലൂടെയാണ് അദ്ദേഹം എല്ലാ ദിവസവും പ്രഭാതത്തിൽ തൻ്റെ പ്രഭാത നടത്തം നടത്തിയിരുന്നത്. അദ്ദേഹം ഈ ക്യാമ്പസിൻ്റെ ഈ മെയിൻ ഗേറ്റിൻ്റെ അവിടെ വരികയും അപ്പോൾ ഇവിടെ ഉള്ളവരുമായിട്ടൊക്കെ അദ്ദേഹം പ്രശ്നങ്ങൾ നടത്തുകയും വളരെ ജനങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകാൻ എപ്പോഴും ആഗ്രഹിച്ച ഒരു മെത്രാപ്പോലിത്തയായിരുന്നു പ്രിയ തിരുമേനി. അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയ്ക്കായിട്ട് ബിലീവേഴ്സ് ചർച്ച് വളരെ വിപുലമായ ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനും തിരുമേനിമാരുമായിട്ട് നമുക്ക് ഒന്ന് സംവാദിക്കാനായിട്ട് അകത്തേക്ക് പോകാം. മെത്രാപ്പോലിത്തയുടെ നിര്യാണത്തിൽ സഭ വളരെ ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണല്ലോ ഈ സന്ദർഭങ്ങൾ. അങ്ങേക്ക് എന്താ പറയാനുള്ളത്? ബിലീവേഴ്സ് ഈസ്റ്റേൺ സഭയുടെ പരമാധ്യക്ഷനും സഭയുടെ ആത്മീയ പിതാവുമായ അഥനേഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രാപ്പോലിത്ത തിരുമനസിൻ്റെ വിയോഗം സഭാ മക്കൾ ഇതുവരെയും അങ്ങോട്ട് ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത ഒരു മാനസികാവസ്ഥയിലാണ്. കാരണം ഞങ്ങളുടെ സഭയ്ക്ക് ദാർശനികമായ അതുപോലെ തന്നെ ആത്മീകമായ നേതൃത്വം നൽകുകയും ഞങ്ങളുടെ വഴികാട്ടിയുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അപ്രതീക്ഷിത വിയോഗം സഭയ്ക്ക് ഞെട്ടലോടുകൂടിയാണ് ഇപ്പോൾ വിശ്വാസ സമൂഹം കാണുന്നത്. എങ്കിലും അഭിമന്യ പിതാവിന് വളരെ അനുഗ്രഹീതമായൊരു യാത്രയപ്പ് നൽകുവാൻ തക്കവണ്ണം സഭ ഒരുങ്ങിയിരിക്കുകയാണ്. അതിനുവേണ്ടി വിപുലമായ കമ്മിറ്റികൾ രൂപപ്പെടുത്തിക്കൊണ്ട് സഭയുടെ പിതാക്കന്മാരും പട്ടക്കാരും വിശ്വാസ സമൂഹവും ചേർന്ന് ഉള്ള ഒരു യാത്രയപ്പിന് വേണ്ടി സഭ ഒരുങ്ങുകയാണ്. ആ സന്ദർഭത്തിൽ എല്ലാ വിശ്വാസ സമൂഹത്തിൻ്റെയും നാനാജാതി മതസ്ഥരായിട്ടുള്ള എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രാർത്ഥന ആശംസകൾ ഞങ്ങൾക്ക് നൽകണമെന്ന് ഈ സമയത്ത് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ചില ദിവസങ്ങൾക്ക് മുമ്പ് വരെയും തിരുമേനി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതിന് ഈ മരണത്തിന് തൊട്ട് 1-2 ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് പോയത്. എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള അവിടെ മീറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും അതിനുവേണ്ടി പോയതാണോ? അതോ പിതാവ് അമേരിക്കയിലേക്കുള്ള പ്രധാനപ്പെട്ട ഒഴിച്ചുകൂടാനാവാത്ത ചില മീറ്റിങ്ങുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം സ്റ്റേറ്റ്സിലേക്ക് പോയത്. അതിനു മുമ്പ് അദ്ദേഹം നേപ്പാൾ, ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിലും പര്യടനത്തിന് പോയിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, 17 രാജ്യങ്ങളിലായി ചിതറിപ്പാർക്കുന്ന 35 ലക്ഷത്തിലധികം വരുന്ന ഒരു വലിയ വിശ്വാസ സമൂഹത്തിൻ്റെ ആത്മീയ പിതാവാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ വലിയ അദ്ദേഹത്തിൻ്റെ സ്കെഡ്യൂള് വളരെ ടൈറ്റാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ വിസിറ്റിൽ അമേരിക്കയിൽ ഏതാണ്ട് പ്രധാനപ്പെട്ട ചില മലയാളി സമൂഹങ്ങളുടെയും അതുപോലെ തന്നെ മറ്റ് പ്രധാന കോൺഫറൻസസുകൾ അവിടെ നടക്കേണ്ടതുണ്ട്. അതിൽ പങ്കെടുക്കുവാനായിട്ടാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് പോയത്. അവിടെ നടന്ന ആ അപകട മരണത്തെപ്പറ്റി സഭയ്ക്ക് എന്തെങ്കിലും ആശങ്കകൾ എന്തെങ്കിലും ഉണ്ടോ? സഭ ആ വിഷയത്തെക്കുറിച്ച് വളരെ വിപുലമായിട്ട് ആ വിഷയങ്ങളെ അന്വേഷിക്കുവാനായിട്ടിടയായി തീർന്നു. പ്രത്യേകാല അവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾക്ക് നൽകിയത് ഇതൊരു സ്വാഭാവിക അപകട മരണമാണ്. കാരണം ഞങ്ങളുടെ അവിടുത്തെയുള്ള ബിഷപ്പും പട്ടക്കാരും ചേർന്ന് ആ വിഷയത്തെ സ്പോട്ടിൽ വെരിഫൈ ചെയ്യുവാനും പ്രത്യേകിച്ച് ഈ സംഭവം നടക്കുമ്പോൾ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങളുടെ അച്ഛന്മാർ അവിടെ എത്തി, അവിടുത്തെ ചുമതലയുള്ള ബിഷപ്പ് അവിടെ എത്തി. ആ റോഡിലെ സാഹചര്യങ്ങൾ ഞങ്ങൾ വിലയിരുത്തിയപ്പോൾ ഇതൊരു സ്വാഭാവിക മരണമാണ് എന്നാണ് ഞങ്ങളുടെ അനുമാനം.
തുടർന്നുള്ള ശുശ്രൂഷകൾ എന്നത്തേനാണ്, എങ്ങനെയാണ് ഭൗതിക ശരീരം എന്നാണ് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് ഇപ്പോഴത്തെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അറിവനുസരിച്ച് 20-ാം തീയതി, അതായത് രാവിലെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ഭൗതിക ശരീരം എത്തുകയും അവിടെ നിന്ന് വിലാപയാത്രയായി തൻ്റെ സ്വന്തം നാടായിട്ടുള്ള തൻ്റെ ജന്മനാടായ നിരണത്ത് ഉള്ള ഞങ്ങളുടെ സെൻറ്റ് തോമസ് ബിലീവേഴ്സ് ചർച്ചിൽ പൊതുദർശനത്തിനും പ്രാർത്ഥനകൾക്കുമായി വയ്ക്കുന്നതാണ്. അവിടെ നിന്ന് വിലാപയാത്രയായി വീണ്ടും തിരുവല്ല പട്ടണത്തിൽ പൊതു സമൂഹത്തിൻ്റെ അതായത് ജനപ്രമുഖരുടെ ഒരു യാത്രാഞ്ജലി അർപ്പിക്കുന്നതാണ്. അതിനുശേഷം താൻ വളരെ പരിപാവനമായി സൂക്ഷിക്കുന്ന സെൻറ്റ് തോമസ് കത്തീഡ്രൽ, സെൻറ്റ് തോമസ് നഗർ കുറ്റപ്പുഴയിലുള്ള സിനഡ് സെക്രട്ടേറിയറ്റ് ക്യാമ്പസിലേക്ക് കൊണ്ടുവരികയും അവിടെ കൺവെൻഷൻ സെൻറ്ററിൽ പൊതുദർശനത്തിനായി വെക്കുന്നതാണ്. ആ പൊതുദർശനം പിറ്റേ ദിവസം രാവിലെ 9 വരെ ആ പൊതുദർശനം തുടരുന്നതാണ്. അവസാന യാത്രാമൊഴികൾക്കും പ്രാർത്ഥനകൾക്കുമായി ഫൈനൽ റൈറ്റ്സിനായിട്ട് 21-ാം തീയതി രാവിലെ 9 മണിക്ക് കത്തീഡ്രലിലേക്ക് ഭൗതിക ശരീരം എടുക്കുന്നതാണ്. പൊതുജനങ്ങൾക്ക് എവിടെയാണ് കാണാനുള്ള അവസരം? പൊതുജനങ്ങൾക്ക് കാണുവാനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം രാവിലെ മുതൽ പിറ്റേ ദിവസം വരെ 10 മണി വരെയും പൊതുജനങ്ങൾക്ക് കാണുവാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. അദ്ദേഹം പ്രകൃതിയെ വളരെയധികം സ്നേഹിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ്. സാധാരണ നിലയിൽ വളരെ ലാളിത്യത്തോടെ ജീവിച്ച ഈ ക്യാമ്പസിൽ ഒരുപാട് മരങ്ങൾ അദ്ദേഹം തന്നെ നട്ടു വളർത്തിയിട്ടുണ്ട്. അപ്പം ആ ഒരു പ്രകൃതിയോട് ചേരുന്ന രീതിയിൽ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുന്നതല്ലേ? അതായത് തിരുമേനി ഒരു പ്രകൃതി സ്നേഹിയാണ്. അദ്ദേഹത്തിൻ്റെ വേദശാസ്ത്രപരമായ കാഴ്ചപ്പാടും അതുപോലെ തന്നെ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന ഒരു ജീവിതശൈലിയാണ് അദ്ദേഹം അനുവർത്തിച്ചിരുന്നത്. ഈ ക്യാമ്പസിലുള്ള ഈ 300 ഏക്കറിലധികം വരുന്ന ഈ ക്യാമ്പസിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന എല്ലാ മരങ്ങളെയും വളരെ വ്യക്തിപരമായി, അല്ലെങ്കിൽ ഓരോന്നിനെ ഓരോ സ്പീഷീസായിട്ട് അതിനെ തിരിച്ച് അതിനെ പരിപാലിക്കുകയും പ്രത്യേകിച്ച് ഔഷധ ചെടികൾ ഉൾപ്പെടെ വളരെ മനോഹരമായ ഒരു വനം എന്നൊരു കോൺസെപ്റ്റാണ് അദ്ദേഹം എപ്പോഴും വിഭാവന ചെയ്തിരുന്നത്. അങ്ങനെ പരിപാലിച്ച ഒരു ക്യാമ്പസാണ്. അവിടെ കേവലം വൃക്ഷങ്ങളും ചെടികളും മാത്രമല്ല, നമുക്ക് വിപുലമായ രീതിയിൽ ഉള്ള ഈവൻ ദേശാടന കിളികൾ വരെ ഈ ക്യാമ്പസിലെത്തുന്നുണ്ട്. മറ്റ് എങ്ങും ലഭിക്കാത്ത വളരെ റെയറായിട്ടുള്ള സ്പീഷീസിലുള്ള പക്ഷികൾ, മൃഗങ്ങളൊക്കെ ഈ ക്യാമ്പസിലുണ്ട്. അതാണ് ഈ ക്യാമ്പസിൻ്റെ പ്രത്യേകത. തുടർന്ന് സഭയുടെ അധ്യക്ഷൻ ആരാണെന്നുള്ള ചിന്തയോ തീരുമാനങ്ങളോ വല്ലതും വന്നിട്ടുണ്ടോ? സഭയുടെ നേതൃത്വത്തെക്കുറിച്ചൊരു ആശങ്കവും ഇല്ല. കാരണം മെത്രാപ്പൊലീത്ത ഇരിക്കുമ്പോൾ തന്നെ സഭയുടെ ഭരണഘടന പ്രകാരം അടുത്ത അപ്പോയിൻമെൻ്റ് എങ്ങനെയായിരിക്കണം ലീഡർഷിപ്പ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തതയോടുകൂടെ അദ്ദേഹം ഞങ്ങൾക്കൊക്കെയും പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഭരണഘടന ഞങ്ങളുടെ സഭയ്ക്കുണ്ട്. ഇപ്പോൾ പുതിയൊരു മെത്രാപ്പൊലീത്തായി തിരഞ്ഞെടുക്കുന്നവരെ 9 അംഗ ബിഷപ്പ് കൗൺസിലിൻ്റെ ഭരണത്തിൽ ഒരു സീനിയർ മെത്രാപ്പൊലീത്ത, അതായത് ഡോക്ടർ ഷൗമേൽ മോർ തിയോഫിലോസ് എപ്പിസ്കോപ്പായാണ് ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത് കാര്യങ്ങൾ നോക്കുന്നത്. ഓക്കെ, ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ച പ്രിയ തിരുമേനിക്ക് ഒത്തിരി സന്തോഷം, സ്നേഹം അറിയിക്കുന്നു. സഭയുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു. ഓക്കെ. ബിബ്ലിക്കൽ സെമിനാരിയുടെ വൈസ് പ്രിൻസിപ്പളായിരിക്കുന്ന ഡോക്ടർ ജോൺ മാത്യു ആണ് പ്രിയാച്ചൻ. അങ്ങക്ക് തിരുമേനിയുമായിട്ടുള്ള ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ ഈ സെമിനാരിയിലെ ഒരു വിദ്യാർത്ഥിയായിട്ടാണ് ആദ്യം ഇവിടെ കടന്നു വരുന്നത്. അന്നു മുതൽ അഭിയന്യ മോർ അത്തനേഷ്യസ് യോഹാൻ തിരുമേനി ഞങ്ങളുടെ അധ്യാപകനായിരുന്നു. ആ രീതിയിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുവാൻ കൊണ്ടുമിടയായിത്തീർന്നിട്ടുണ്ട്. മിഷൻ കാഴ്ചപ്പാടുകൾ, സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, പ്രേക്ഷിത പ്രവർത്തനം, എല്ലാത്തിനെക്കുറിച്ചും തിരുമേനിയുടെ ആ വലിയ വിഷൻ ഞങ്ങളിലേക്ക് പകരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നിട്ടുണ്ട്. സുവിശേഷീകരണത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു തിരുമേനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ റേഡിയോ പ്രഭാഷണം മുതൽ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രഥമ ലക്ഷ്യമായിട്ട് കണ്ടിട്ടുള്ളത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും.
എന്ത് സംസാരിച്ചാലും എന്ത് പറഞ്ഞാലും എന്ത് പ്രവൃത്തി ചെയ്താലും അതിലൊക്കെയും സുവിശേഷീകരണത്തെക്കുറിച്ചാണ് തിരുമേനി പറഞ്ഞുകൊണ്ടിരുന്നത്. സഭ ചില സന്ദർഭങ്ങളിൽ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ചില സന്ദർഭങ്ങളുണ്ട്. ആ സന്ദർഭങ്ങളിൽ തിരുമേനി ദുഃഖിതനായി വല്ലതും കാണുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരിക്കലുമില്ല. തിരുമേനിക്ക് അറിയാം, സഭ ചരിത്രത്തിൽ എല്ലായ്പ്പോഴും സഭകൾ അല്ലെങ്കിൽ സഭ പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെയും പ്രാർത്ഥനയിലൂടെയും കൂടുതലും വിശ്വാസികൾക്കും ഞങ്ങൾക്കൊക്കെയും ധൈര്യം പകർന്നു തന്ന് സഭയെ നയിക്കുകയാണ് തിരുമേനി ചെയ്തിട്ടുള്ളത്. തുടർന്നുള്ള ശുശ്രൂഷകളുടെ പുരോഗതികൾ വളരെ ദ്രുതഗതിയിലാണെന്ന് തോന്നുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, അനേകായിരങ്ങളായിരിക്കും പൊതുദർശനത്തിന് കാണുവാനായിട്ട് കടന്നു വരുന്നത്. അതിൻ്റെ വലിയൊരു ക്രമീകരണം ഈ സെൻറ്റ് തോമസ് നഗറിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന അതിനാവശ്യമാണ്. Had met Metropolitan in 1994. Since then, I have seen in his life that he is so humble and he is so man of example. Then he lived a very simple life, very ordinary life, and he always presented himself as a very humble person, down to earth, relating with the people. So that is so much impressive. And moreover, he has imparted his vision in a very practical way, that always he is committed to reach the lost at any cost. So he is fully committed for the evangelization of the world with the love of Christ. So that is a great memory that I will always have, and I had in the past. So I will continue to have that memory in my life. താങ്ക് യു. കേരളത്തിൻ്റെ ഭദ്രാസന PRO ആയി ചുമതല വഹിക്കുന്ന ജോസ് കരിക്കും, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് ചെല്ലാം. ജീവിതത്തിൽ ഇന്ന് ഇപ്പോൾ തിരുമേനി പറഞ്ഞതുപോലെ ഞങ്ങൾക്കൊക്കെ ഉൾക്കൊള്ളുവാനായിട്ട് പ്രയാസം നിറഞ്ഞൊരു കാലഘട്ടമാണ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങളെല്ലാവരും ഈ ക്യാമ്പസിലാണ് താമസിക്കുന്നത്. അപ്പോൾ തിരുമേനിയോടുള്ള ആ ഒരു അവിഞ്ഞ സ്നേഹവും ഞങ്ങളെ കരുതിയ ആ ഒരു കൃപയും ഒക്കെ അനുസരിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളാണ് ഈ ദിവസങ്ങൾ നടക്കുന്നത്. ഏകദേശം 20-ാം തീയതി പ്രഭാതത്തിൽ തന്നെ നമ്മുടെ ക്യാമ്പസിലേക്ക് അഭിയന്ത തിരുമേനിയുടെ ശരീരം എത്തിക്കുന്നുണ്ട് വിലാപയാത്രയായിട്ട്. അന്നു മുതലാണ് കേരളത്തിലുള്ള എല്ലാവർക്കും, കേരളമല്ല ഇന്ത്യക്കകത്തും പുറത്തും ഇപ്പോൾ ഏകദേശം ഒരുപാട് ജനങ്ങൾ നമ്മുടെ ക്യാമ്പസിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തിരുമേനിമാരും അച്ഛന്മാരും ഒക്കെ അതിന് ശുശ്രൂഷകൾക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായിട്ടുള്ള അഭിയന്ത തിരുമേനി, കാരണം ഇപ്പോൾ പറഞ്ഞു 17 രാജ്യങ്ങളിലായിട്ട് 35-37 ലക്ഷത്തോളം വിശ്വാസികൾ നമുക്കുണ്ട്. അവിടെ എല്ലായിടത്തും ഈ ദിവസങ്ങളിൽ പള്ളികൾ വലിയ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിലും എല്ലായിടത്തും പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയെ സ്നേഹിക്കുന്ന, കാരണം ഇപ്പോഴും നിങ്ങൾക്ക് ഈ ക്യാമ്പസിൽ കാണുവാൻ സാധിക്കും, ഒരു മരച്ചില പോലും നമ്മൾ മുറിക്കാറില്ല. ഒരെണ്ണം തിരുമേനി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു, പള്ളിമുറ്റത്താണെങ്കിലും ഒരു മരം ഒടിഞ്ഞാലോ മുറിഞ്ഞു പോയാലോ പുതിയ 2 എണ്ണം അതിൻ്റെ കൂടെ വയ്ക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വാർത്തകൾ വരുമ്പോഴും ഒന്നിനോടും പ്രതികരിക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ തീർച്ചയായും ഞങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കൊക്കെ വളരെ ഞങ്ങൾ പ്രയാസത്തിലാണ് ഈ നാളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും തിരുമേനിയുടെ ആ ഒരു പ്രാർത്ഥന കൊണ്ടാണ് ഞങ്ങളൊക്കെയും ഇത്രത്തോളം ബലപ്പെട്ട് നിൽക്കുന്നത്. താങ്ക് യു.